Hello everyone, welcome to the course on Electrical Machine Design. We are discussing Module 4. Module 4 നമ്മൾ Synchronous Machine Design ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. Today we are entering to types of winding, number of turns, number of slots and slot design. Okay, അപ്പോൾ നമുക്ക് ആദ്യം അറിയാൻ പോകുന്നത് എന്താണ് ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ എന്നുള്ള കാര്യമാണ്. Okay, in case of Synchronous Machine. Short circuit ratio അതിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഫീൽഡ് കറന്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് റേറ്റഡ് വോൾട്ടേജ് ഏത് കണ്ടീഷനിൽ ഓപ്പൺ സർക്യൂട്ടിൽ ടു ദ ഫീൽഡ് കറന്റ് റിക്വയർഡ് ടു സർക്കുലേറ്റ് റേറ്റഡ് കറന്റ് ഓൺ ദ ഷോർട്ട് സർക്യൂട്ട്. ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഫോർ ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ബൈ പ്ലോട്ടിംഗ് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ സിങ്ക്രോണസ് മെഷീൻ. ഓക്കെ, നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ഡെഫിനിഷൻ. ഓക്കെ, ഡെഫിനിഷൻ പ്രകാരമാണെങ്കിൽ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ ഈക്വൽ ടു ഒ എ ഡിവൈഡഡ് ബൈ ഒ ഇ ആയിരിക്കും. ഒ എ എന്താണ്? ഇറ്റ് ഈസ് എ ഫീൽഡ് കറന്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് റേറ്റഡ് വോൾട്ടേജ് ഇൻ ഓപ്പൺ സർക്യൂട്ട്. Okay, to the OE എന്ന് പറയുമ്പോൾ it is the field circuit required to circulate rated current in short circuit. Okay, so OA divided by OE ആണ് short circuit ratio എന്ന് പറയുന്നത്. Okay, ഈ ഫിഗർ നോക്കിയാൽ OAB എന്ന് പറയുന്ന ട്രയാങ്കിളും OED എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആണ്. എന്തുകൊണ്ടാണ്? ആംഗിൾ OAB എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? OEDക്ക് ഈക്വൽ ആണ്. OBA എന്ന് പറയുന്ന ആംഗിൾ ODEക്ക് ഈക്വൽ ആണ്. ആംഗിൾ AOB എന്ന് പറയുന്നത് EODക്ക് ഈക്വൽ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് സിമിലർ ട്രയാങ്കിൾ കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് റേഷ്യോ എന്തായിട്ട് എടുക്കാം? OA ഡിവൈഡഡ് ബൈ OE is equal to AB ഡിവൈഡഡ് ബൈ ED is equal to OB ഡിവൈഡഡ് ബൈ OD എന്നെടുക്കാം. ഓക്കെ, അപ്പം OA ഡിവൈഡഡ് ബൈ OE ആസ് പെർ ഡെഫിനിഷൻ അതെന്താണ്? SSER ആണ്. സോ SSER എന്തിനും ഈക്വൽ ആണ്? AB ഡിവൈഡഡ് ബൈ EDക്കും ഈക്വൽ ആണ്. ഓക്കെ, ED ആക്ച്വലി ഏതിന് ഈക്വൽ ആണ്? ACക്ക് ഈക്വൽ ആണ്. സോ ED ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ AC. ഓക്കെ, സോ AB ഡിവൈഡഡ് ബൈ AC എന്നാവും അത്. ഓക്കെ, AB ഡിവൈഡഡ് ബൈ AC ക്യാൻ ബി റിട്ടൺ ആസ് 1 by AC ഡിവൈഡഡ് ബൈ AB എന്ന് എഴുതാം എനിക്ക്. AC is the open circuit voltage and AB is the short circuit current. Okay, open circuit voltage divided by short circuit current എന്താണത്? അത് synchronous impedance ആണ്. സോ 1 by synchronous impedance എന്ന് കിട്ടും ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ എന്ന് പറയുന്നത്. Okay, which means synchronous impedance can be represented by ZS. So 1 by ZS now SSER ന്റെ വാല്യൂ. So SSER equal to 1 by ZS. ആർമേച്ചർ റെസിസ്റ്റൻസ് RAയുടെ വാല്യൂ ഞാൻ നെഗ്ലക്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് ZSന്റെ വാല്യൂ എന്തായി? റിയാക്റ്റൻസിന് ഈക്വൽ ആവും XSന്. സോ 1 by XS എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടത് SSER എങ്ങനെ മെഷീൻ പെർഫോമൻസിന് ഡിഫറെന്റ് പാരാമീറ്റേഴ്സിനെ ബാധിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഓക്കെ, ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ്? വോൾട്ടേജ് റെഗുലേഷൻ, സ്റ്റെബിലിറ്റി, പാരലൽ ഓപ്പറേഷൻ, ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആൻഡ് കോസ്റ്റ് ആൻഡ് സൈസ് ഓഫ് മെഷീൻ. നമുക്ക് നോക്കാം ഇതിലെല്ലാ പാരാമീറ്റേഴ്സിനും എങ്ങനെ SSER ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഓക്കെ, ഫസ്റ്റ് വൺ വോൾട്ടേജ് റെഗുലേഷൻ. ഓക്കെ, SSERന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. SSER ഈക്വൽ ടു 1 by XS എന്നാണ്. ഓക്കെ, SSERന്റെ വാല്യൂ കുറയാന്ന് പറഞ്ഞാൽ XSന്റെ വാല്യൂ കൂടുക എന്നാണ് അർത്ഥം. ഓക്കെ, വോൾട്ടേജ് റെഗുലേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ E0ന്റെ ഇക്വേഷൻ എഴുതിയാൽ എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് V cos phi പ്ലസ് IRA ദ ഹോൾ സ്ക്വയർ പ്ലസ് V sin phi പ്ലസ് ഓർ മൈനസ് IXS ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ XS കുറയുന്നു. XS കുറഞ്ഞാൽ XS കൂടുന്നു. അതായത് SSER കുറയുമ്പം XS കൂടുന്നു. XS ഇവിടെ കൂടിയ എന്ത് പറ്റും? E0ന്റെ വാല്യൂ കൂടും. ഓക്കെ, E0 മൈനസ് V ബൈ V എന്നാണ് വോൾട്ടേജ് റെഗുലേഷൻ്റെ ഇക്വേഷൻ. സോ E0 കൂടിയ റെഗുലേഷന്റെ വാല്യൂ എന്ത് ചെയ്യും? ഇംപ്രൂവ് ആവും. സോ വോൾട്ടേജ് റെഗുലേഷൻ വിൽ ബി ഇംപ്രൂവ്ഡ്. ഓക്കെ, സ്റ്റെബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂല് പറയുകയാണെങ്കിൽ SSER കുറയാന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് XS കൂടുക എന്നാണ്. ഓക്കെ, EV ബൈ XS എന്നാണ് സിങ്ക്രണൈസിങ് പവറിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. സോ XS കൂടുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? സിങ്ക്രണൈസിങ് പവർ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് കുറയാണ്.
which means stability decreases. Okay, third one is parallel operation. Okay, parallel operation point of view പറയുകയാണെങ്കിൽ SSCR equal to 1/XS ആണ്. SSCR കൂടുക മീൻസ് XS കുറയുക, വിച്ച് മീൻസ് IXSന്റെ വാല്യൂ കൂടും. ഓക്കെ, IXSന്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ വിയുടെ വാല്യൂ കുറയും. ഓക്കെ, ടെർമിനൽ വോൾട്ടേജ് വിയുടെ വാല്യൂ കുറയും, വിച്ച് മീൻസ് സിങ്ക്രണൈസിങ് പവർ P ഡിക്രീസസ്. ഓക്കെ, അതായത് പാരലൽ ഓപ്പറേഷൻ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ സിങ്ക്രണൈസിങ് പവർ കുറയാണ് ഇൻ കേസ് ഓഫ് SSCR കൂടിയാൽ സംഭവിക്കുന്നത്. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് പറയുകയാണെങ്കിൽ SSCR കൂടുക വിച്ച് മീൻസ് SSCR കുറയുക വിച്ച് മീൻസ് XSന്റെ വാല്യൂ കൂടുക എന്നാണ് അർത്ഥം. XSന്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ ZSന്റെ വാല്യൂ സ്വാഭാവികമായിട്ട് ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. ZSന്റെ വാല്യൂ ISC എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ES/ZS എന്ന് പറഞ്ഞ റിലേഷൻ വഴി. സോ നമ്മുടെ ZSന്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ ISCയുടെ വാല്യൂ കുറയുകയാണ്. സോ ISCയുടെ വാല്യൂ കുറയെന്ന് പറഞ്ഞാൽ ZSന്റെ വാല്യൂ ES പോയിന്റ് ഓഫ് വ്യൂ കുറയുക ചെയ്യുന്നത്, വിച്ച് മീൻസ് ഷോർട്ട് സർക്യൂട്ട് കറണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? SSCR ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഷോർട്ട് സർക്യൂട്ട് കറണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സൈസ് ആൻഡ് കോസ്റ്റ് ഓഫ് ദ മെഷീൻ. SSCRന്റെ വാല്യൂ കുറഞ്ഞു വിച്ച് മീൻസ് XSന്റെ വാല്യൂ കൂടി, ZSന്റെ വാല്യൂ കൂടി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ISCയുടെ വാല്യൂ കുറഞ്ഞു. അപ്പൊ എന്താ അവിടെ ആക്ച്വലി നടക്കുന്നത്? കോസ്റ്റ് ഓഫ് കൺട്രോൾ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ആവുക ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ഫാക്ടേഴ്സ് SSCR ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതനുസരിച്ച് സാലിയൻ പോൾ മെഷീൻസിന്റെ കേസിൽ SSCR വാല്യൂ varies from 0.9 to 1.3. For turbo alternators, SSCR value varies from 0.7 to 1.1. Okay. ഇനി നമുക്ക് സിങ്ക്രോണസ് മെഷീന്റെ കേസിൽ എങ്ങനെ ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പിനെ ചൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ്. ഓക്കെ, ആക്ച്വലി അതാണ് പെർഫോമൻസ് ഓഫ് ദ മെഷീനെ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ഈ ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് SSCRന്റെ വാല്യൂ ആണ്. ഓക്കെ, SSCR മാത്രമല്ല മറ്റു പല ഫാക്ടേഴ്സിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ എയർ ഗ്യാപ്പിന്റെ ചോയ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ക്രിട്ടിക്കൽ ഇൻ കേസ് ഓഫ് സിങ്ക്രോണസ് മെഷീൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ ലാർജർ എയർ ഗ്യാപ്പ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയണം. ഓക്കെ, അഡ്വാൻറ്റേജസ് നോക്കുവാണെങ്കിൽ സ്റ്റെബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ higher value of stability limit we can achieve in case of larger air gap. Regulation point of view പറയുകയാണെങ്കിൽ smaller value of inherent regulation ആയിരിക്കും. ഓക്കെ, സിങ്ക്രണൈസിങ് പവറിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ higher value of synchronizing power. കൂളിംഗിന്റെ കേസിൽ better cooling we can achieve in case of larger air gap. Noise reduction occurs. Also magnetic pull അതിന്റെ പോയിന്റിൽ പറയുകയാണെങ്കിൽ smaller the value of unbalanced magnetic pull. So these are the advantages of larger air gap. ഓക്കെ, അതുകൂടാതെ ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഓക്കെ, ലാർജർ വാല്യൂ ഓഫ് ഫീൽഡ് MMF നമുക്ക് വേണ്ടി വരും. ഓക്കെ, മെഷീന്റെ സൈസും കൂടും. എന്തുകൊണ്ടാണ്? ഡയമീറ്റർ ഭയങ്കരമായിട്ട് കൂടുന്നതുകൊണ്ടാണ്. ഓക്കെ, മാഗ്നറ്റിക് ലീക്കേജ് ഇൻക്രീസ് ചെയ്യും. വെയിറ്റ് ഓഫ് കോപ്പർ പോയിന്റിൽ പറയുകയാണെങ്കിൽ ഹയർ വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ കേസ് ഓഫ് ഫീൽഡ് വൈൻഡിങ്. ഓക്കെ, സോ ഓവറോൾ കോസ്റ്റ് വിൽ ഇൻക്രീസ്. സോ നമ്മൾ ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? എയർ ഗ്യാപ്പിന്റെ ലെങ്ത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എസ്റ്റിമേഷൻ ഓഫ് ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് എങ്ങനെ നടത്താം, ആ കാൽക്കുലേഷൻ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ആംപിയർ ടേൺസ് റിക്വയർഡ് ഫോർ ദ എയർ ഗ്യാപ്പ് വെച്ചിട്ടാണ്. ഓക്കെ, ആർമേച്ചർ ആംപിയർ ടേൺസ് പെർ പോൾ റിക്വയർഡ് ഇക്വേഷൻ ATA എന്ന് പറയുന്നത് 1.35 I phase T phase KW ഡിവൈഡഡ് ബൈ P എന്നാണ്. ഓക്കെ, where T phase is the turns per phase, I phase is the phase current, KW is the wind factor, P is the pairs of pole. ഓക്കെ, അതുകൂടാതെ നോ ലോഡ് ഫീൽഡ് ആംപിയർ ടേൺസ് പെർ പോൾ പറയുമ്പോൾ എന്താണ്? നോ ലോഡ് ഫീൽഡ് ആംപിയർ ടേൺസ് പെർ പോള് ATF0 നോ ലോഡ് ഫീൽഡ് ആംപിയർ ടേൺസ് പെർ പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് SSCR വെച്ചിട്ടാണ്. SSCR ഇൻറ്റു ആർമേച്ചർ ആംപിയർ ടേൺസ് പെർ പോൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുക ATA.
സോ AF0 ഈക്വൽ ടു SCR into ATA എന്ന് കിട്ടും. ഓക്കെ, ഈ ആംപിയർ ടേൺസ് റിക്വയർഡ് ഫോർ ദ എയർ ഗ്യാപ്പ്, ഓക്കെ, that will be approximately equal to 80% of no load field ampere turns per pole. എയർ ഗ്യാപ്പിന്റെ കേസിൽ അത് പറയുന്നത് പോയിന്റ്, അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 0.8 ATF0 എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് MMF ഫോർ എയർ ഗ്യാപ്പ് അതിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. 8 × 10⁵ BG kg LG എന്നാണ്. സോ 0.8 × ATF0 എന്തിന് ഇക്വേറ്റ് ചെയ്യാം, 8 × 10⁵ BG kg LG ഇക്വേറ്റ് ചെയ്യാം. അതിനകത്തുനിന്ന് LGയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് 0.8 ATF0 ഡിവൈഡഡ് ബൈ 8 × 10⁵ BG kg എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്പർ ഓഫ് സ്ലോട്ട്സ് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, നമ്പർ ഓഫ് സ്ലോട്ട്സിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് അത് ഭയങ്കര പ്രോപ്പർ ആയിട്ട് നടക്കണം. എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ അതാണ് ആക്ച്വലി കോസ്റ്റ് ആൻഡ് പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, സ്ലോട്ട് പ്രോപ്പർ ആയിട്ട് സെലക്ട് ചെയ്തില്ല എങ്കിൽ. ഓക്കെ, പക്ഷെ ഒരു പ്രോപ്പർ റൂളും കാര്യങ്ങളൊന്നുമില്ല ഫോർ ദ സെലക്ഷൻ ഓഫ് സ്ലോട്ട്സ്. പക്ഷേ അതിന്റെ അഡ്വാൻറ്റേജസ് പോയിന്റ് ഓഫ് വ്യൂലും ഡിസഡ്വാൻറ്റേജസ് പോയിന്റ് ഓഫ് വ്യൂലും നോക്കുവാണെങ്കിൽ, എന്ന് വെച്ചാൽ ലാർജർ വാല്യൂ ഓഫ് നമ്പർ ഓഫ് സ്ലോട്ട്സിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, അതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്പർ ഓഫ് സ്ലോട്ട്സിനെ സെലക്ട് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, റിഡ്യൂസ്ഡ് ലീക്കേജ് റിയാക്ടൻസ്, ബെറ്റർ കൂളിംഗ്, ഡിക്രീസ്ഡ് ടൂത്ത് റിപ്പിൾസ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്ന ഹയർ കോസ്റ്റ്, ടീത്ത് ബിക്കം മെക്കാനിക്കലി വീക്ക് and higher flux density in the teeth. So these are the advantages and disadvantages of large number of slots. Okay, ഇതനുസരിച്ച് നമുക്ക് എങ്ങനെ ഇതിന്റെ വാല്യൂസ് ചൂസ് ചെയ്യാൻ നോക്കാം സ്ലോട്ടിന്റെ. ഓക്കെ, സ്ലോട്ട് ലോഡിംഗ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ലെസ് ദാൻ 1500 ആംപിയർ കണ്ടക്ടർ പെർ സ്ലോട്ട് ആയിരിക്കും. ഓക്കെ, അതുകൂടാതെ സ്ലോട്ട് പിച്ച് എന്ന് പറയുന്നത് ഓരോ വോൾട്ടേജ് ലിമിറ്റ് അനുസരിച്ച് ഈ 3 ലിമിറ്റേഷൻസിന്റെയും ഉള്ളിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ലോ വോൾട്ടേജ് മെഷീൻസ് ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3.5 സെന്റിമീറ്റർ, മീഡിയം വോൾട്ടേജ് മെഷീൻസ് അപ് ടു 6 kV ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5.5 സെന്റിമീറ്റർ, ഹൈ വോൾട്ടേജ് മെഷീൻസ് അപ് ടു 15 kV ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7.5 സെന്റിമീറ്റർ. ഓക്കെ, ഈ പോയിന്റ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് ഇൻ കേസ് ഓഫ് സാലിയൻ പോൾ മെഷീൻ എന്ന് പറയുന്നത് 3 മുതൽ 4 വരെ ആയിരിക്കും. ടെർബോ ആൾട്ടർനേറ്റേഴ്സിന്റെ കേസിൽ കുറച്ചുകൂടെ ഹയർ വാല്യൂ ആണ്, 7 to 9 സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് ആയിരിക്കും. അതുകൂടാതെ ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ് ആണെങ്കിൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് എന്ന് പറയുന്നത് ക്യാൻ ബി സെലക്ടഡ് ആസ് 3.5. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ടേൺസ് പെർ ഫേസ്. ഓക്കെ, ടേൺസ് പെർ ഫേസ് വി ക്യാൻ കാൽക്കുലേറ്റഡ് ഫ്രം ദ EMF ഇക്വേഷൻ ആൾട്ടർനേറ്ററിന്റെ. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF ഫോർ ഫേസിന്റെ ഇക്വേഷൻ 4.44 F T ഫേസ് KW എന്നാണ്. ഓക്കെ, അതിനകത്ത് T ഫേസിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, E phase is the induced EMF per phase, Z phase is the number of conductor per phase in stator, T phase is the number of turns per phase, and KW is the winding factor. Can be assumed as 0.955. Okay. ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് സ്റ്റേറ്റർ കണ്ടക്ടർ നമുക്ക് IS ബൈ ഡെൽറ്റ. ഓക്കെ, IS എന്ന് പറഞ്ഞ സ്റ്റേറ്റർ കറന്റ് പെർ ഫേസ് ആണ്, ഡെൽറ്റ ഇസ് ദ കറന്റ് ഡെൻസിറ്റി. ആ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിന്റെ വാല്യൂ ആക്ച്വലി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇത് ഹയർ വാല്യൂ ആവുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൺസിഡർ ചെയ്ത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയർ വാല്യൂ ഓഫ് കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെ സംഭവിക്കുക അവിടെ, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, റിഡക്ഷൻ ഇൻ ക്രോസ് സെക്ഷൻ ആയിരിക്കും, റിഡക്ഷൻ ഇൻ വെയിറ്റ് ആയിരിക്കും, റിഡക്ഷൻ ഇൻ കോസ്റ്റ് ആയിരിക്കും. ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഓക്കെ, റെസിസ്റ്റൻസ് കൂടും, കോപ്പർ ലോസ് കൂടും, ടെമ്പറേച്ചർ റൈസ് കൂടും, എഫിഷ്യൻസി റെഡ്യൂസ് ആവും. Okay, so higher value is assumed for low voltage machine and small machines. So usual value of current density for stator winding is 3 to 5 amps per millimeter square ആയിരിക്കും. Okay, so നമ്മൾ ഇന്ന് പഠിച്ചത് ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ, ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ്, നമ്പർ ഓഫ് സ്ലോട്ട്സ്, ടേൺസ് പെർ ഫേസ്, കണ്ടക്ടർ ക്രോസ് സെക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. ഓക്കെ, വീഡിയോ ഒന്നുകൂടെ കാണുക, PPT ഒന്നുകൂടെ നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.